ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാട്ടാൻ പോണത് തേർഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. നേരെ വീഡിയോ ഇട്ട്. അപ്പോൾ ഗൈസ് പുല്ലൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഫസ്റ്റ് ട്രയത്തിലൊന്നും കാട്ടാൻ പറ്റിയില്ല. ഇപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പുൽക്കൂടിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ പുല്ലൊക്കെ മുളച്ചു തുടങ്ങിയില്ല. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ രണ്ടാമത്തെ അവസ്ഥയാണ് കേട്ടോ കാണണം. ഇപ്പം പിന്നെ ഗൈസ് ഇതേത് അവിടെ ആയിട്ട് കുളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് 12 വോൾട്ടിൻ്റെ ഒരു പമ്പാണ്. നമ്മൾ ഫിഷ് ടാങ്കിൽ ഇടണതാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതിൽ നല്ല അടിപൊളി പമ്പാണ് കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് പറയണേ. പിന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 300-250 അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. ഓൺലൈനിലല്ല ഞാൻ മേടിച്ചേക്കണം. ഞാൻ ഇവിടെ ഒരു മീൻ കടയിൽ പോയി മേടിച്ചേക്കണതാണ്. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തായാലും അപ്പോൾ ഗൈസ് അടുത്ത് നമുക്ക് നമ്മുടെ പുൽക്കൂട് സെറ്റ് എടുക്കണം. ആ പുൽക്കൂട് സെറ്റ് വീടിൻ്റെ മുകളിൽ എവിടെയാണ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്കത് എടുക്കണം. പുൽക്കൂട് സെറ്റ് എടുത്തിട്ട് നമുക്കതൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ അതിന് 4th പാർട്ടിൽ നമ്മൾ അടുത്ത് ഇടുള്ളൂ ഡെക്കറേറ്റിംഗ് ഒക്കെ. നമ്മൾ മുകളിലെത്തിയത് സെറ്റായി. ഇത് ഒരു വർഷം കണ്ടായി ഇവിടെ തന്നെ ഇരിക്കണേ. പിന്നെ മുകളിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ പുൽക്കൂട് ഇരിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. അത് പുൽക്കൂടാണ്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് നമുക്ക് അടിച്ചൊന്ന് തുടയ്ക്കണം. ഇത് പൊതിഞ്ഞൊരു ന്യൂസ് പേപ്പറിനകത്ത് എടുത്ത് വെച്ചേക്കണം. അന്നത്തെ ഓർമ്മ അനുസരിച്ച് അതൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അടി കൊണ്ടുപോയിട്ട് കാണാം. നമുക്ക് ഇതൊക്കെ തുറന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തുറന്ന് അതിൻ്റെ നമുക്ക് കൂട്ടിലോട്ട് എടുത്ത് വെക്കാം. പുൽക്കൂട്ടിലോട്ട് ഓൾറെഡി എടുത്ത് വെക്കാം. ഇതാണ് ആടാണ്. പിന്നെ പശു, ഞങ്ങളുടെ വെറൈറ്റി കളർ പശുവാണ്. ബ്ലാക്ക് അടിച്ച് വെച്ചേക്കണതാണ്. ഇതൊക്കെ പഴയ സെറ്റിൽ നിന്ന് നിർത്തേക്കണതാണ്. പുതിയ സെറ്റിൻ്റെ ഉണ്ടാവും. രണ്ടും പഴയതിനുണ്ട്. ഞാനിപ്പോൾ തുറന്നു വയ്ക്കാൻ കാട്ടി തന്നത് പഴയ സെറ്റിൻ്റെ ഇന്ന് ഏത് പുതിയതായിരിക്കും. എന്തായാലും ഇത് പുതിയ സെറ്റായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇതാണ് മാതാവ്. ഇപ്പോൾ അത് പുതിയ സെറ്റിലാണ് കേട്ടോ. ഇത്തിരി പെയിൻറ്റ് പോയിട്ടുണ്ട്. അത് നമുക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിനി പുൽക്കൂടിലോട്ടൊക്കെ വെച്ചുകൊടുക്കാം. Showing off, don't wanna have to wait tonight. Better off, I'm gonna find my way tonight. Won't you talk to me? I wanna heal your sorrow. Won't you talk to me? We'll make a new tomorrow. Won't you talk to me? ഗൈസ് ഈ പുൽക്കൂട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി എടുത്തേക്കണതാണ് പണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഉണ്ടാക്കുകയൊന്നും എടുക്കണ്ട. ഇതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നല്ല പുൽക്കൂടാണത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ മേടിക്കാനും കിട്ടും നമുക്ക് ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ പുൽക്കൂടിൻ്റെ ചെറിയ ഐറ്റംസ് ചെറുതായിട്ട് ചെറിയ പെയിൻറ്റ് പോകും അങ്ങനെ പൊളിഞ്ഞൊക്കെ ഇരിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം ഇനി. അപ്പോൾ ഗൈസ് ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല പച്ചപ്പായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ പുല്ലൊക്കെ മുളച്ച് നല്ല കട്ടിയിൽ മുളച്ചൊക്കെ ഉണ്ടാകും. അടിപൊളിയായിട്ട് തിക്കായിട്ട് മുളച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ക്ലീൻ ആക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിങ്ങനെ നിരത്തിങ്ങനെ വെക്കാനും അടിപൊളിയായിട്ടുണ്ട്. പുല്ല് മുളച്ചിപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് വെക്കാം. പിന്നെ ഒരു മരത്തിൻ്റെ ഒരു വീടുണ്ടായി. അതാ സെറ്റിൻ്റെ ഒപ്പം വെച്ചതായിരുന്നു. അതും ഇവിടെ ഇരിക്കുകയാണ്. അതൊക്കെ സെറ്റ് ചെയ്യണം ഇനി. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഇതൊക്കെ 4th പാർട്ടിലിട്ടാണല്ലോ ഞാൻ. 4th പാർട്ടി കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ എങ്ങനെയാണ് അറിയില്ല, തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ പുല്ലൊക്കെ മുളച്ച് അടിപൊളിയായി. പിന്നെ നമ്മൾ കുളത്തിൽ ഗപ്പീനൊക്കെ ഇടാം നമുക്ക്. പിന്നെ പുല്ലൊക്കെ ഇന്നിപ്പോൾ 22-ാം തീയതിയാണ്. 22-ാം തീയതിയിലെ അവസ്ഥയാണ് കേട്ടോ ഈ പുല്ല് മുളച്ചിരിക്കണത്. അടിപൊളിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാട്ടി തന്ന ഇവിടെ പുല്ല് മുളച്ചതും
അതിൻ്റെ അതൊക്കെ കാട്ടി തന്നെ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലൊക്കെ എടുത്ത് വെക്കണം വീഡിയോസാണ് ഞാൻ കാട്ടി തന്നെ. പിന്നെ നമ്മൾ പുൽക്കൂട് സെറ്റും പിന്നെ പുൽക്കൂടും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം. ഇനി അത് പെയിൻ്റ് അടിക്കണം, പിന്നെ ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കണം അങ്ങനത്തെ. പിന്നെ LED ഐറ്റംസ് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായി. കഴിഞ്ഞ വർഷത്തെ മുന്നത്തെ വർഷം അതൊക്കെ വർക്ക് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.